Okay, so good morning everyone. So today we will discussing what are conductors, what are insulators, what are semiconductors. So അങ്ങനെ ഒരു മൂന്ന് sections ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So moving to the section. So we are familiar with conductors or conducting materials and insulating materials. നമുക്ക് കണ്ടക്ടേഴ്സ് എന്താണെന്ന് അറിയാം, ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് അറിയാം, കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്താണെന്ന് അറിയാം, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്താണെന്ന് അറിയാം. നിങ്ങൾ കണ്ടക്ടിങ് മെറ്റീരിയൽസ്, ഈ കണ്ടക്ടിങ് മെറ്റീരിയൽസ് നിങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ കോപ്പർ, അല്ലെങ്കിൽ അലൂമിനിയം, അങ്ങനെ മെറ്റൽസ് ആയിരിക്കും കൂടുതൽ കണ്ടക്ടിങ് നേച്ചർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇൻസുലേറ്റിങ്ങിനകത്ത് നമ്മൾ കൂടുതലും മനസ്സിലാക്കിയിരിക്കുന്നത് റബ്ബർ, അല്ലെങ്കിൽ പോർട്ട്സലൈൻ മെറ്റീരിയൽ, ഇങ്ങനെയുള്ളതാണ് കൂടുതലും ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. So this is called conducting materials and insulating materials, and we discussed some examples relating this insulating and conducting materials. Then conducting means what? Conductors. So this will allow, so conductors are allow current, but in insulating it will block current flow. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ്. ഇത് കണ്ടക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ അലോ കറണ്ടിനെയാണ് നമ്മൾ വേറൊരു പേര് പറയും കണ്ടക്ടിവിറ്റി ഹൈ ആണ്. ബട്ട് ഹിയർ കണ്ടക്ടിവിറ്റി ഈസ് 0, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ഒന്ന് എക്സാമ്പിൾസ്, 2 എന്താണ് കണ്ടക്ടേഴ്സ്, 3 അതിന്റെ വേറൊരു പ്രോപ്പർട്ടി. സോ ആകെ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നത്. വാട്ട് ആർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് വാട്ട് ആർ കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾസ്, ഇറ്റ്സ് നേച്ചർ, allow current, it will block current, and what about the conductivity is very high, but insulators അറിയാം ഇൻസുലേറ്റിംഗ് കണ്ടക്ടിങ് ചെയ്യത്തില്ല, അതിന് കണ്ടക്ടിവിറ്റി 0 എന്ന് പറയാം. ഇനി ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ 2 മെറ്റീരിയൽസിന്റെയും ഇടയിൽ ഒരു മെറ്റീരിയൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ സേ ദാറ്റ് കണ്ടക്ടേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സും, ഇതാണ് 2 നമ്മൾ പഠിച്ചത്. സോ ഇൻ ബിറ്റ്വീൻ ഇതിനും കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്ക് ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. We will call it as what? Semiconductors. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്കുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്കുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ +2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് മെയിൻലി അറിയാം. നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം, ഇതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് കൂടുതൽ പഠിച്ചിരിക്കുന്നത്. ഇനി ഈ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഓൾറെഡി നല്ല കണ്ടക്ടിവിറ്റി ആണ്, ഇൻസുലേറ്റേഴ്സിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് 0 ആണെന്ന് പറയാം. സോ കണ്ടക്ടിവിറ്റി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇത് വെരി ഹൈ കണ്ടക്ടിവിറ്റി ആണ്. ഇവിടെ വരുമ്പോൾ കണ്ടക്ടിവിറ്റി ഇല്ല, ഇൻസുലേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യത്തില്ല. ബട്ട് സെമി കണ്ടക്ടേഴ്സ് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. സോ ഇതിന്റെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് പറയുമ്പോൾ, സോ സെമി കണ്ടക്ടേഴ്സ് the conductivity can be improved or conductivity can be changed. Conductivity for semiconductors, conductivity can be changed while adding other substances. So conductivity can be changed by adding substances. ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ impurities എന്ന് പറയുന്നത്. So impurities are those materials that we are added to the semiconductors to improve the conductivity. ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ പറയും ഡോപ്പിംഗ് എന്ന് പറയും. സോ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സെമി കണ്ടക്ടേഴ്സ് വിച്ച് വിൽ ഹാവ് എ കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞു, സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ്, കണ്ടക്ടിവിറ്റി ക്യാൻ ബി വേരിഡ് ബൈ ആഡിങ് അതർ സബ്സ്റ്റൻസസ് ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്.
സോ ദ സബ്സ്റ്റൻസസ് ആഡഡ്, ആ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റൻസ് ആഡഡ്, അതിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഈ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ്, പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഒരു ജനറൽ വ്യൂ സെമി കണ്ടക്ടേഴ്സ് എന്താണ് എന്നുള്ള ഒരു ജനറൽ വ്യൂ. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഞാൻ ഡെപ്ത് ആയിട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ആ 3 വേർഡ്സ് ആണ് ഫെമിലറൈസ് ചെയ്തിരിക്കുന്നത്. എന്താണ് കണ്ടക്ടേഴ്സ്, അതിന് എക്സാമ്പിൾ, എന്താണ് സെമി കണ്ടക്ടേഴ്സ്, അതിന് എക്സാമ്പിൾ, എന്താണ് ഇൻസുലേറ്റേഴ്സ്, അതിന്റെ എക്സാമ്പിൾ. പിന്നെ വാട്ട് ആർ ഇംപ്യൂരിറ്റീസ്. ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. Then moving to the next section. So next section we will call it as what? Elemental semiconductors. Or what are this elemental semiconductors? Elemental semiconductor. What are this elemental semiconductors? Elemental എന്ന് പറഞ്ഞാൽ by nature, by earth, by nature ആയിട്ട് ഉള്ള കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെയാണ് എലമെന്റൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്യൂറസ്റ്റ് ഫോം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്യൂറസ്റ്റ് ഫോമിൽ കാണുന്ന, എർത്ത് ക്രസ്റ്റിൽ പ്യൂറസ്റ്റ് ഫോമിൽ കാണുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് എലമെന്റൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 4 ഇത് കാണുന്നത്. സോ ഗ്രൂപ്പ് 4, we can see these elements in group 4. So what are the elements? Carbon, semiconductor, silicon, germanium, tin, lead. ഇത്രയാണ് ബേസിക്കലി നമ്മുടെ ഗ്രൂപ്പ് 4 എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് 4 എലമെന്റ്സിനകത്ത് നമ്മൾ കേട്ടുപരിചയിട്ടുള്ള കൂടുതൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം. ഇതാണ് നമ്മൾ കൂടുതലും കേട്ട് പരിചയമുള്ള സെമി കണ്ടക്ടേഴ്സ്. സിലിക്കൺ ആകാം അല്ലെങ്കിൽ ജർമേനിയം ആകാം. ഇനി ഇതിനകത്ത് കുറച്ച് ഇൻഡെപ്തായിട്ട് ഞാൻ പോകുന്നു. വി വിൽ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതൊരു പോയിന്റിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. സോ ആദ്യം തന്നെ കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6, സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ 14, ജർമേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 32, ടിന് SN എന്നാണ് പറയുന്നത്, അതിന്റെ അറ്റോമിക് നമ്പർ 50, ലെഡിന്റെ സിമ്പൽ PB എന്നാണ്, അതിന്റെ അറ്റോമിക് നമ്പർ 82. സോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതുമ്പോൾ നമുക്കറിയാം 6 ഉണ്ട്, അതുകൊണ്ട് 1s2, 2s2, 2p2. ഇനി 14 എഴുതുമ്പോൾ ഐ കൻ റൈറ്റ് 1s2, 2s2, 2p6, 3s2, 3p2. ജർമേനിയും കൂടെ ഞാൻ മാക്സിമം ഇതിന്റെ രീതിയിൽ എഴുതുവാണ്. ഇറ്റ് വിൽ ബി 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s2, 4p2. നമ്മുടെ സിലിക്കണും ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുമ്പോൾ 5s2, 5p2 എന്ന് വരും. ലെഡും ഇങ്ങനെ തന്നെ എഴുതാം, അതിന്റെ ഔട്ടർ മോസ്റ്റിൽ 6s2, 6p2. സോ ഇതിനകത്ത് നമ്മൾ കോമൺലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നതിനകത്ത് എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ദാറ്റ് മീൻസ് സെക്കൻഡ് ആണ്, ഇതിനകത്ത് 4 എലമെന്റ്സ് ഉണ്ട്. ഇവിടെയും 4 എലമെന്റ്സ് ഉണ്ട്, ഇവിടെയും 4 എലമെന്റ്സ് ഉണ്ട്, ഇവിടെയും 4 എലമെന്റ്സ്, 2, 2, 4, RS2, 6s2, 6p2, 4 elements. So I can state one common thing that 4 elements are there in the valence shell. 4 electrons are there in the valence shell. Valence shell neയാണ് നമ്മൾ outermost shell എന്ന് പറയുന്നത്. outermost shell neയാണ് valence shell എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ബേസിക്സ് ആണ്. So we can see that 4 elements in ഈ ഗ്രൂപ്പ് 4 അതുകൊണ്ടാണ് 4 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണാൻ പറ്റും. നോക്കിയാൽ മതി നിങ്ങൾ, എല്ലാത്തിനകത്തും 2s2, 2p2, 3s2, 3p2, 2, 2, 4, എല്ലാത്തിനകത്തും 4 എലമെന്റ്സ്, 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണുന്നത്. 4 ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് ഇതിനെ വേറെ ഒരു പേര് പറയും, ഗ്രൂപ്പ് 4 എലമെന്റ്സിനെ വേറൊരു പേര് പറയും. ആ പേരാണ് ടെട്രാവാലന്റ്. ഇതിനെയാണ് നമ്മൾ
ടെട്രാവാലന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ടെട്രാവാലൻസ് എലമെന്റ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 4 ഇലക്ട്രോൺസ് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ വേറൊരു പേരാണ് വാലൻസ് ഷെൽ. സോ the 4 electrons can be seen in the outermost shell അല്ലെങ്കിൽ വാലൻസ് ഷെൽ. അതുകൊണ്ടാണ് അതിനെ ടെട്രാവാലന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. Tetra means 4, valent means outermost. So tetravalent means it's a group 4. What are the group 4 elements? Silicon, carbon, silicon, germanium, tin, lead. But nammude focus nu parayunnathu it is only silicon and germanium. So generally group 4 elements we are discussing. It is be having 4 electrons in the outermost shell or valence shell. അതിനെയാണ് നമ്മൾ ടെട്രാവാലന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. 4 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടായാണ് അതിനെ ടെട്രാവാലന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ നമ്മളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഡയഗ്രത്തിനകത്ത് 1 എലമെന്റ്, 2 എലമെന്റ്, 4 എലമെന്റ്സ്. സോ ഞാനിവിടെ നമ്മുടെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാനിത് എല്ലാം സിലിക്കൺ എന്ന് അസ്യൂം ചെയ്യുകയാണ്. സിലിക്കണിനകത്ത് നമ്മൾക്കറിയാം അതിനകത്ത് 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളതാണ്. 1, 2, 3, 4. എന്നിട്ട് ഇതിനും ഉണ്ട് 1, 2, 3, 4, 2, 3, 4, 1, 2, 3, 4. 4 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത് 4 ഇലക്ട്രോൺസ്. ഇനി ഇതിന്റെ ബോണ്ടിങ് എങ്ങനെയാണ്? നമുക്കറിയാം ഒരു പെർഫെക്റ്റ് ബോണ്ടിങ് വേണമെങ്കിൽ 8 ഇലക്ട്രോൺസ് വേണം. സോ 8 ഇലക്ട്രോൺസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു ഷെയറിംഗ് വെച്ചിട്ട് ആ 8 ഇലക്ട്രോൺസ് വരും. അതിന്റെ കൊണ്ടാണ് നമ്മൾ ഇതിനകത്തുള്ള ബോണ്ടിങ് എന്ത് ബോണ്ടിങ് എന്ന് പറയും? കോവാലന്റ് ബോണ്ടിങ്. ഷെയറിംഗ് ബേസിസിൽ ബോണ്ടിങ് സ്ട്രക്ചർ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. സോ കോവാലന്റ് ബോണ്ട് അതെങ്ങനെ കോവാലന്റ് ബോണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? സോ കോവാലന്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഇലക്ട്രോൺസും ഈ ഇലക്ട്രോണും തമ്മിൽ ഷെയറിംഗ് നടക്കും. ഇവിടെ അങ്ങ് മുയലോട്ടെണ്ണമുണ്ട്, അതും ഇങ്ങനെ ഷെയറിംഗ്, ഇങ്ങനെയും ഷെയറിംഗ്. അപ്പുറത്തെയും ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് ഷെയറിംഗ്, ഇവിടെ ഉണ്ട്, അതും ഷെയറിംഗ്. സോ ഷെയറിംഗ് മെന്റാലിറ്റിയിൽ നമ്മൾ 8 ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സ്റ്റേബിൾ സ്റ്റേറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യും. സോ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4 ഷെയറിംഗ് ബേസിസിൽ അപ്പുറത്തെ സിലിക്കണും കൂടെ വരും. അതുകൊണ്ട് 1, 2, 3, 4, 4, 4, 8. സോ ഇത് 8 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അറ്റൈൻ ചെയ്തു. 8 ഇലക്ട്രോൺസ് അതായത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. ഏത് ബോണ്ടിങ് വഴി? കോവാലന്റ് ബോണ്ടിങ് വഴി 8 എന്ന് പറയുന്ന ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്തു. ഈ ഡയഗ്രാം നിങ്ങൾ മച്ച് ഫെമിറൈസ്ഡ് ആണ്. സിലിക്കണോ ജർമ്മനിയോ എല്ലാത്തിനും സെയിം തന്നെ. 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ഞാൻ ഒന്നും കൂടി ഡയഗ്രാം പറയാം. ഈ ഷെയർ ചെയ്യുന്നത് ഇതാണ്. ഇത് അടുത്ത സിലിക്കണിന്റെ ആണ്. ഇതെല്ലാം അടുത്ത സിലിക്കണിന്റെ എലമെന്റ്സ് ആണ്. സോ ആ സിലിക്കണിന്റെ എലമെന്റ്സിന് കാരണം ഷെയറിംഗ് ബേസിസിലാണ് ഇത് 8 ഇലക്ട്രോൺസ് എന്നുള്ള ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന ബോണ്ടിങ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടിങ് ആണ്. സോ ഞാൻ പറഞ്ഞ 2 പോയിന്റ്സ് ആണ്. ടെട്രാവാലന്റ് ആണ്. ടെട്രാവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 4 ഇലക്ട്രോൺസും അപ്പുറത്തേനകത്ത് കടവെടുക്കും. ഷെയറിംഗ് ബേസിസിൽ എടുക്കും. കടവല്ല, ഷെയറിംഗ് ചെയ്യും. സോ 2 എലമെന്റ്സും ഈക്വലി ഷെയർഡ് ആണ്. അങ്ങനെ 8 എന്ന് പറയുന്ന ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ സ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. സോ വരുന്ന ബോണ്ടിങ് കോവാലന്റ് ബോണ്ടിങ് ആണ്. ഇനി അടുത്ത് വരുന്നത് അടുത്തൊരു സെക്ഷനാണ്. ദിസ് കോൾഡ് എനർജി ബാൻഡ് ഇൻ സോളിഡ്സ്. സോളിഡ്സിനകത്തുള്ള എനർജി ബാൻഡ് എങ്ങനെയാണെന്നാണ് നമ്മൾ അറിയുന്നത്. ഒരു ഗിവൺ മെറ്റീരിയലിൽ, ഒരു പർട്ടിക്കുലർ ഗിവൺ മെറ്റീരിയൽ, ഇൻ എ ഗിവൺ മെറ്റീരിയൽ 2 ഡിസ്റ്റിങ്ക്ട് എനർജി ബാൻഡ്സ് ഉണ്ട്. 2 ഡിസ്റ്റിങ്ക്ട് എനർജി ബാൻഡ്സ് ഉണ്ട്. 2 ഡിസ്റ്റിങ്ക്ട് എനർജി ബാൻഡ്സ് വി ക്യാൻ സീ. 2 ഡിസ്റ്റിങ്ക്ട് എനർജി ബാൻഡ്സ് ഉണ്ട്. ഒന്നിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയും.
അടുത്തതിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. വാലൻസ് ഇലക്ട്രോൺ ഉള്ളതിനെ വാലൻസ് ബാൻഡ് എന്ന് പറയും. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മേലുള്ള ബാൻഡിനെയാണ്. ഇനി ഈ വാലൻസ് ബാൻഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നോർമൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വി ബി എന്ന് പറയും വാലൻസ് ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിനെ സി ബി എന്ന് പറയും. ഇനി നമ്മൾ ഈ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ആർ സെപ്പറേറ്റഡ്. ഇത് സെപ്പറേറ്റഡ് ആണ് ബൈ ആൻ എനർജി ഗ്യാപ്പ്. ഒരു എനർജി ലെവൽ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇ ജി എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. സോ ബാലൻസ് ബാൻഡ് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന് രണ്ട് ഡിസ്റ്റിങ്ക്ട് ബാൻഡ്സ് കാണും. അതിനെയാണ് നമ്മൾ ബാലൻസ് ബാൻഡ് എന്നും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള എനർജി ഒരു ഗ്യാപ്പ് ലെവൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കാം. സോ യു വിൽ ഗെറ്റ് മച്ച് മോർ ഐഡിയ. സോ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഈസ്, ഇതൊരു ഗ്രാഫ്. ഈ ഗ്രാഫിന്റെ ഇവിടെ എനർജി നമ്മൾ മെൻഷൻ ചെയ്യും ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഈ ഇങ്ങനെയല്ല എഴുതുന്നത്. ഇലക്ട്രോൺ വോൾട്ട് ഈസ് EV. ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ കാരിയേഴ്സ് അങ്ങനെ പറയും. സോ നമ്മൾ ആദ്യം പറയുന്നത് വാലൻസ് ബാൻഡ് ആണ്. തന്നെ ഇതിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള അടുത്ത ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. വാലൻസ് ബാൻഡിൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ആ വാലൻസ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് വാലൻസ് ബാൻഡിലാണ്. ഇവിടെയാണ് ആ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഇതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ തിക്ലി പാക്ഡ് ആണ്. ബോണ്ടിങ് വഴി തിക്ലി പാക്ഡ് ആണ് വാലൻസ് ബാൻഡിൽ. ഇങ്ങനെ തിക്ലി പാക്ഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡിൽ തൽക്കാലം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഇത് രണ്ടും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. എനർജി ഗ്യാപ്പ്. സോ ഇത് കണ്ടക്ഷൻ ബാൻഡിന്റെ എഡ്ജ് അല്ലെ. ഇതിനെയാണ് കണ്ടക്ഷൻ ബാൻഡിന്റെ അല്ലെങ്കിൽ മിനിമം എനർജി ഓഫ് കണ്ടക്ഷൻ ബാൻഡ്. ഈ ഗ്യാപ്പിനെയാണ്, ഇത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ നിന്ന് 0 മുതൽ ഒരു നമ്പർ എഴുതി നോക്കിയേ. ഇവിടെ വരുന്നത് ബാലൻസ് ബാൻഡിന്റെ മാക്സിമം ആണ്. സോ മാക്സിമം എഡ്ജ് ഓഫ് വാലൻസ് ബാൻഡ്. ഇത് മിനിമം എഡ്ജ് ഓഫ് വാലൻസ് ബാൻഡ്. ഇവിടുന്നാണ് കണ്ടക്ഷൻ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ്. സോ ഇവിടുന്നാണ് കണ്ടക്ഷൻ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ മിനിമം എനർജി എഡ്ജ് ഓർ മിനിമം എനർജി ഓർ മിനിമം എഡ്ജ് ഓഫ് കണ്ടക്ഷൻ ബാൻഡ്. ഇവിടം വരെ ഉള്ളൂ വാലൻസ് ബാൻഡ്. സോ ദിസ് ഈസ് ദ മാക്സിമം എഡ്ജ് ഓർ മാക്സിമം എനർജി ഓഫ് വാലൻസ് ബാൻഡ്. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്, ഞാൻ പറഞ്ഞു സിലിക്കണിനും ജെർമേനിയത്തിനും വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് തിക്ലി പാക്ഡ് ആണ്. കോവാലന്റ് ബോണ്ടിങ് വഴി തിക്ലി പാക്ഡ് ആണ്. ആ ബോണ്ടിങ് വഴി അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് തിക്ലി പാക്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. തിക്ലി പാക്ഡ് ആണെന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. വാലൻസ് ബാൻഡിൽ നമ്മുടെ കോവാലന്റ് ബോണ്ടിങ് കാരണം തിക്ലി പാക്ഡ് ആണ്. ഇനി നമുക്കിവിടെ ഒരു കെമിക്കൽ റിയാക്ഷനോ എന്തെങ്കിലും നടക്കണം. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്കൊരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസ് ഫ്രീ ആകണം. എങ്കിൽ മാത്രമേ ഒരു റിയാക്ഷൻ നടക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടക്കണം. ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ വാലൻസ് ബാൻഡിൽ നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ആ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യണം. ആ ബോണ്ടിങ് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസ് ഫ്രീ ആകണം. ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ആ ഇലക്ട്രോൺസ് എവിടെ ചെല്ലണം? കണ്ടക്ഷൻ ബാൻഡിൽ ചെല്ലണം. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ പോയിന്റ് ആണ്. ഇവിടുന്ന് ഈ ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്ത് ഇത് ബ്രേക്കായി, ഈ ഇലക്ട്രോൺസ് ബ്രേക്കായി അത്
എനർജി ബാൻഡ് ഗ്യാപ്പ് ക്രോസ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം, ഇവിടെ എത്തണം. എങ്കിൽ മാത്രമേ ഒരു പെർഫെക്റ്റ് റിയാക്ഷൻ, എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ പ്രോസസ് നടക്കുകയുള്ളൂ. സോ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എക്സിസ്റ്റൻസ് വേണം, എങ്കിൽ മാത്രമേ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. സോ ഇവിടെ ഇലക്ട്രോൺസ് വരണം. ഇതാണ് ഒരു എനർജി ബാൻഡ് ഡയഗ്രത്തിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന വാലൻസ് ബാൻഡിൽ. അവിടെ ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ട് കാരണം തിക്ലി ബോണ്ട് ചെയ്തിരിക്കുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യണം. അതിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് എനർജി ബാൻഡ് ഗ്യാപ്പ് ക്രോസ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം. സോ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ കണ്ടക്ടിവിറ്റി ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇഫ് ദർ ഈസ് എൻ എക്സിസ്റ്റൻസ് ഇൻ ഇലക്ട്രോൺസ് in conduction band, we will say that it will be a conductor or conductivity property varanamengil. So you can say that ഒരു conductivity property varanamengil, conductivity varanamengil there must be existence of electrons in conduction band. ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ പ്രോപ്പർട്ടി വരുന്നത്. ദാറ്റ് മീൻസ് വാലൻസ് ബാൻഡിലെ ബോണ്ടിൽ ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം, എങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ വരണമെങ്കിൽ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടോ, വി കൻ സേ ദാറ്റ് കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഈസ് ദേർ ഇൻ ദാറ്റ് മെറ്റീരിയൽ. അതിന്റെ മെയിൻ ഒരു ബ്രോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ ഗ്യാപ്പിന് മുകളിൽ വരണം ഇലക്ട്രോൺ. അത്രയും എനർജി ആ ഇലക്ട്രോൺസ് അക്യൂർ ചെയ്യണം, എങ്കിൽ മാത്രമേ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ആ ഇലക്ട്രോൺസ് പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും കണ്ടക്ടിവിറ്റി ഈസ് ദേർ. സോ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ദ മെയിൻ തിങ് ഇൻ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയുടെ ഏറ്റവും നല്ല പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. സോ ഐ വിൽ സ്റ്റേറ്റ് വൺ മോർ പോയിന്റ് ഹിയർ. ദ ഇലക്ട്രോൺസ് ഇൻ ദ conduction bands, electrons in the conduction bands are called free electrons. ഇത് ഓർത്തിരിക്കുക. സോ ഐ വിൽ കൺക്ലൂഡ്. ഞാൻ പറഞ്ഞ എനർജി ബാൻഡ് ഡയഗ്രം ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, അത് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് വാലൻസ് ബാൻഡ്. ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ആക്സസ് എന്ന് പറയുന്നത് എനർജി ആക്സസ് ആണ്. ഇവിടെ ഈ എഡ്ജും ഈ എഡ്ജും, ഇതാണ് കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമം എനർജി. ഇത് വാലൻസ് ബാൻഡിന്റെ മാക്സിമം എനർജിയാണ്, അല്ലെ? നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ 0 ആണെങ്കിൽ വാലൻസ് ബാൻഡിന്റെ മാക്സിമം എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമം എനർജിയാണ്. ഇതാണ് ഇൻ ബിറ്റ്വീൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോൺസ് ഇവിടുന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ എനർജി ഗ്യാപ്പിനെ ക്രോസ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ ഈ ഇലക്ട്രോൺസ് എത്തണം, എങ്കിൽ മാത്രമേ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ഷൻ എക്സിസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. എക്സിസ്റ്റൻസ് ഓഫ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺസ് എനർജി ഗ്യാപ്പ് ക്രോസ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം. അതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. കണ്ടക്ഷൻ പ്രോസസ് ഒരു പ്രോസസ്സ് പോസിബിൾ ആവണമെങ്കിൽ ഈ പ്രോസസ് നടക്കണം. വാലൻസ് ബാൻഡിലെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ബ്രേക്ക് ചെയ്ത ബോണ്ട് ഇലക്ട്രോൺസ് ഫ്രീ ആയി, ആ ഫ്രീ ഇലക്ട്രോൺസ് എവിടെ കണ്ടക്ഷൻ ബാൻഡ് അന്തരമാണ്. ഈ ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇതിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിൽ വരുന്ന ഇലക്ട്രോൺസിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് വി കവേർഡ് a general idea regarding conductors, insulators and semiconductors and energy band diagram. In അടുത്ത ക്ലാസ്സിൽ I will discuss more about energy band diagram. How we can distinguish what is the difference between energy band in insulators, conductors and semiconductors. Okay, I think this video is much more clear to you. Okay, thank you for listening.